അപ്പൊ 3-5 ദിവസമായിട്ട് മഴയും കാര്യങ്ങളും വണ്ടിയെ എടുത്തില്ല. ചിത്രം കറക്റ്റാണ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലോണം മീൻ അടിച്ച് ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം മീൻ മക്കളെ കണ്ടോളൂ. അല്ല നമ്മൾ ഒരു സെറ്റ് കയറ്റി രണ്ടാമത്തെ സെറ്റപ്പ് അത് നോക്കിയേ ഇത് കിടക്കും. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പതിവ് പോലെ നിന്ന് പുഴയിലേക്ക് വന്നാണ്. നമ്മൾ ഒറ്റപ്പാലത്താണ് കേട്ടോ. നമ്മളെ ബാബുണ്ട്, പിന്നെ റഷീദ് ബായ് ഉണ്ട്, നമ്മൾ സിദ്ദീഖ് ബായ് ഉണ്ട്, സൈഫുണ്ട്, മാഷാ അല്ലാ. നമ്മൾ വേറൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ കൂടിക്കുകയാണ്. ഇൻഷാ അല്ലാ മീനിപ്പോൾ വലിച്ച് കയറ്റി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ബെല്ലറ്റും മൈദയും ഇതേപോലെ ഉണ്ടാക്കുക. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാ ഇത് നമ്മൾ ഈ കുളത്തുകളില്ലേ, ഈ കുളത്തിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങോട്ടാക്കുക. ഫ്രണ്ടേജ് ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ 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 കുളത്തുക. ഇത് നമ്മൾ ഉസ്താദ് ഇതാണ് കേട്ടോ സിദ്ദീഖ്. നമ്മൾ ഇതേണ്ട കുളത്തൊക്കെ ഫ്രണ്ടിലേക്ക് വെച്ച് നമ്മൾ മൈദയിലൊന്നും ഇങ്ങനെ മുക്കി അത് പെട്ടെന്ന് അലിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇത് വെച്ച് എറിയ ഒരു ചൂണ്ടിലടിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയതല്ല, ഇപ്പോൾ എറിഞ്ഞിടാൻ പോവാണേ. ഇനി മീൻ പഠിക്കും ഇൻഷാ അല്ലാ. പുല്ല് 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 ഒരു ബുക്ക് വിട്ടിട്ടാ അല്ലേ പോണം. ഒന്നേറെ സിദ്ധിയാ കുടുങ്ങിയേ. മീനുണ്ട് ഡ്രാഗ് നല്ല ടൈറ്റ്, നല്ല ടൈറ്റ് അല്ലേ, നല്ല കൊണ്ടില്ല അവിടെ. ഇതൊന്നും വിട്ടോ ആ അവിടെ പടക്കണ്ട് കേട്ടോ. ഈ പുല്ലാണ്. ഞാൻ ഇറങ്ങണോ? ഞാനും പോരാണ്ട് ചൂണ്ടിൽ പിടിക്ക്. ബക്ബർക്കാ നിങ്ങൾ ഇതൊന്ന് പിടിച്ചാണ് ഞാൻ ഇറങ്ങാം. ഞാൻ വരെ ആ പുല്ലുമ്പൊക്കെ എത്തിയാൽ കൊണ്ടുണ്ടാവൂല. നോക്കി പോയിട്ടുണ്ട്. നിങ്ങളത് പിടിക്കുന്ന കണ്ണാട് പോയാലേ ഇതത് ഓഫായിന്നോ ക്യാമറ, ക്യാമറ ഓഫായി. ക്യാമറ അടക്ക ബ്രൈഡലുണ്ട് കേട്ടോ. അവ തല കൊടുക്കണ്ട. ഒരു മീൻ അടിച്ചാൽ അത് മിസ്സാവാതിരിക്കണമെങ്കിൽ നല്ല പണിയാട്ടോ. അതെ ഭയങ്കര പിന്നെ പുല്ലാണ് ഇവിടെ, പുല്ല്. അപ്പൊ അതിൽ മീൻ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ പോന്നോ അവിടെ നോളാം അവിടെ നോളാം. ഓക്കെ വരുന്നുണ്ട് തരേ. ആ ലൂസ് മാത്രം ചീറ്റിക്കോ എന്നൊക്കെ വരി. സംഭവം കുറച്ച് ഹെവി കേട്ടോ അല്ലേ? അവൻ കയറാളവൻ അവർക്ക് പൂവണൊക്കെ പോയിട്ടുണ്ടാവും. അത് നല്ല ഹുക്കാണ് തോന്നുന്നുണ്ട്. പേടി നമുക്ക് അതിലങ്ങനെ കളിപ്പിക്കണം, അല്ലെങ്കിൽ ഗേറ്റിലേക്കില്ലേ വയലുക്കില്ല. അത് ശരി പുറത്താണ് ഫൗളുക്കാണ് ഗൈസ് കേട്ടാ. നമ്മളെ കാണുമ്പോ പായാണേ. വയലുക്കില്ലാത്തോണ്ട് പിടിച്ചോ 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 വരുന്നുണ്ട് കേട്ടോ. പിടിച്ചോ പിടിച്ചോ
ഭയങ്കര സാഹസികമായിട്ടാണ് ആളെ കയറ്റിയിരിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് പുഴയിൽ ഇറങ്ങി നമ്മൾ ലാസ്റ്റ് ഇതാ അടിപൊളി. അവരെണ്ണം വായലുണ്ട് അല്ലേ, നല്ല ഉക്കപ്പ ആള് കയറ്റിട്ട്. എടാ റഷീദ, ആ പച്ച കുടിയും കൊടുത്തടാ കയറ്റടാ. വേണ്ടാ, താഴെ വെള്ളത്തിൽ പോയി മുങ്ങിയെടുത്ത് മീനാ. വേണ്ടാ, അടിപൊളി അടിപൊളി, മാഷാ അല്ലാ. ഒരു മിനിറ്റ്, ഇവിടുത്തെ പഴയ സ്റ്റാറാട്ടാ. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഹുക്ക്. വേണ്ടാ, കാണാണ്ടോ ഇങ്ങനത്തെ ഹുക്ക്. ഇതൊക്കെ നമ്മളെ ഷെഫിക്ക് കെട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ബോബൻ. ഓക്കെ ഓക്കെ, വരുന്നു ആ പുല്ലിൻ്റെ അപ്പുറത്തേക്കാ. ആ ഓക്കെ, അവിടെ നടക്കട്ടെ. വലുതാണ് വലുതാണ് വലുതാണ്. ഫോൺ ഒഴിവാക്കി, ഫോണിൽ എടുക്കാം. ഫോൺ എന്താക്ക് ഫോൺ എടുക്കട്ടെ. ഹലോ, ഇവിടെ മീനടിച്ചിക്കാ, കുറച്ചെൻ്റെ വിളിക്കട്ടോ. ഫോണോ വായിക്കാണ്. അയ്യോ, കുറച്ചെണ്ണം ഇറങ്ങിയെന്നോ, കുഴപ്പമില്ല. ആ കോരിനെ എവിടെ? കോരിനെ നിർത്താ. കോരിനെ നിൽക്കാണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ഇവിടെ ചളിയാണ്. മീനിത് അടുത്തന്നെ ഒന്നിറങ്ങ്. ഈ വലിക്കരുതട്ടോ, ഈ വലിച്ചു കഴിഞ്ഞാൽ പോരും, അതിന് തൊണ്ണു കയറി പോരും. മീണ്ട് ഞാൻ കണ്ടേ, മീൻ ഡാമുണ്ട്. വലിയ മീനടിച്ച്, പക്ഷെ പുല്ലിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗായ്സ്. അയ്യോ, അടിപൊളി. എത്തി സാധനത്തി മുതല് അതാണ്ടാ ചണ്ടിയിൽ കുടുങ്ങി മൂപ്പര് പോയി മുങ്ങി എടുത്തേണ്ട. അടിപൊളി, മാഷാ അല്ലാ. ചെറുതാ, അതിൽ ചെറുത് കിട്ടി. ഇതാണ് രൂഹ് എന്ന് പറഞ്ഞ മീൻ. കണ്ടാ, അടിപൊളി. ആ ചാടി. ഹെവിയാണ്. കൈമാറി മീനിട്ടാ, നല്ല നോക്കാ. ഹലോ ഗൈസ്, നല്ല അടിപൊളി ഒരു രൂഹ അടിച്ച്. പക്ഷെ നമ്മൾ വീഡിയോ ഓണാക്കാൻ മറന്നു. ഇതാണ്ടാ, കൈ നോക്ക്. ഞാൻ കട്ടും പ്ലെയർ എടുത്തു. പ്ലെയർ ഉണ്ടേ ഷെഫിക, പ്ലെയറോ? നിൽക്ക്, കട്ടും പ്ലെയർ എടുക്കുക. പടയുമ്പോൾ വലിയ ഡേഞ്ചർ. ഇതല്ല ബാബു, റഷീദ്, എല്ലാവരും ഇവിടെയാണ്. ബാബു എന്തായി, കിട്ടിയോ? എത്ര അടിച്ചു? 2 മാഷാ അല്ലാ, അടിപൊളി. രണ്ടപ്പോൾ ഉണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അടിപൊളി സെറ്റപ്പിലാട്ടാ, സേഫുണ്ട്. മാഷാ അല്ലാ. അതെന്താ അതിൽ കുറച്ച് പിന്നെ കളർ വ്യത്യാസം ആട്ടും കേട്ടോ ഉണ്ടോ? പുതിയ ഐറ്റംസ് ആണ് ഇവര് ആഡ് ചെയ്തിരിക്കണേ. അപ്പൊ നമ്മളെല്ലാരും ചോറ് കഴിക്കണോ നിങ്ങള്? റഷീദിന് നല്ല അടിപൊളി ബിരിയാണിയോ? നല്ല ബിരിയാണിയോ? അതാ മുതല് വേണ്ട. ഓക്കെ ഇതാ നമുക്ക് കിട്ടിയ മീൻ. വേണ്ട, മാഷാ അല്ലാ. ഇതാണ് സാധനം, മീന് മക്കളെ. കണ്ടോളി, അടിപൊളി. കണ്ടില്ലേ മീന്? ഇതാണ് മീന്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലോണം മീനടിച്ച്, ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട്. ചാറാപ്പാറ സിദ്ദിഖ വള്ളത്തിന്റെ അടിയിൽ പോയിട്ടാണ് മീനെ പിടിച്ചോടുന്നത്. എല്ലാം വീഡിയോയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാം കണ്ടോളിയും. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ചൂണ്ടലുണ്ട് കേട്ടോ. ഒരു 10-15 സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ എപ്പോഴും മീൻ കിട്ടാത്ത സ്ഥലമാണ്. മഴക്കാലത്ത് വെള്ളം പുഴയിൽ വന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു 5-6 ദിവസം മാത്രമേ മീൻ കിട്ടുള്ളൂ.
അതിലത്തെ ഒരു ദിവസമാണെന്ന്. അതെ, ആ കറക്റ്റ് ദിവസം നോക്കി നമ്മളെ വിളിച്ച് നമ്മൾ വന്ന്, അത്രേ ഉള്ളൂ. ഇനി ചിലപ്പോ നാളെ കിട്ടിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. വെള്ളം ഇറങ്ങിപ്പോവും. സ്ഥലം മനസ്സിലായില്ല എല്ലാവർക്കും? ചെറിയൊരു ചാല് മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ല, ഈ ചാലില് മാത്രമേ മീൻ ഇടിക്കുക. ബാബു അതെ, നമ്മളെ 1-2 ഫ്രണ്ട്സ് അവിടെയാണ്, അപ്പുറത്തായിരിക്കണേ. അങ്ങോട്ട് കുറച്ച് വെള്ളത്തിൽ കൂടെ നടന്നു പോകണം. അവിടെ ചാടിയതുണ്ടോ? അടിച്ചേ. കോരിയെടുക്കേ. ഇവിടെ അടുത്തെത്തി. ആ, അടുത്തോ. അയ്യോ, അടിപൊളി. ഞാൻ ചുറ്റ. അല്ല, നമ്മൾ ഒരു സെറ്റ് കയറ്റി രണ്ടാമത്തെ സെറ്റപ്പ് അത് വേണ്ട. നോക്കിയേ, ഇതിൽ കിടക്കണു. ഫുള്ള് മീനാണ്. അയ്യോ, ചളി തെറിപ്പിക്കണം. ഇറക്കി. നോക്കിയേ, ഇതൊക്കെ ഫുള്ള് മീനാണ്. ഇനി ഇത് അപ്പുറത്തൊരു സിങ്കിൻ്റെ വേറെ. നമ്മൾ രാവിലെ 11 മണിക്ക് വന്നിട്ട് കയറ്റിയ മീനുകളാട്ടോ. മാഷാ അല്ലാ. ഒരു നെറ്റുണ്ടല്ലോ അല്ലേ? അടിപൊളി. ഒരു 10-15 സ്റ്റിക്ക് ഉണ്ടായിരുന്നു. നമ്മളൊരു 5-8 ആൾക്കാരുണ്ട് ടോട്ടല്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയ ഒരു സെറ്റ് കയറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെറ്റ് മീൻ ഇതാ 3 ഇപ്പോൾ കയറ്റാൻ പോയി, പുറത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോയും നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി ഇട്ടുതരാം. അപ്പോൾ എല്ലാവരും കാണുക, വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മളെ കേരളത്തിലെ വീഡിയോ ലാസ്റ്റ് ആവൂട്ടോ. ഇതെന്താ സാധനം? സിൽവർ ആവൂല. ഇതിപ്പോ അവിടെ കാണിക്കാൻ ജീവനോടുക്കലല്ല ആടി പോയിട്ട് ഒരെണ്ണം ഉരിപ്പോ കാണിക്ക പുറത്തെത്ത കുഴപ്പമില്ല. എന്തായാലും അതിൽ ഉണ്ട് നമ്മള്. പുഴയിലുള്ള മീനാണ്. നോക്കി ഞങ്ങള് നെട്ടർ സിൽവർ ആവൂല. അതുകൊണ്ട് പറ്റിയോ മീൻ ഞങ്ങള് പിടിച്ചിക്കണ മാറിയേ. പിടിച്ചിട്ടില്ല, ഞങ്ങള് 4 മീനാക്കി. വേണ്ടില്ലേ? ഇപ്പൊ 2.5 കറിയാണ്. ജംബോ 17,700 ഇൻഷാ അല്ലാഹ്. മഷ്കൂർ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീനേ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് നന്നാക്കാൻ ചെയ്തറിയോ. ഒറ്റപ്പാലത്തൊരു കടയുണ്ട്, അബ്ബാസ് ഭായിൻ്റെ നമ്മളൊരു ഫ്രണ്ടാണ്. അപ്പോൾ ആള് സീസോൺ എന്ന് പറഞ്ഞ കടയാണ്. അപ്പോൾ മൂപ്പര് വെട്ടിത്തരും കംപ്ലീറ്റ്. ഏതാ നമ്മൾ കടയുടെ പേര്. അതാണ് അബ്ബാസിലെ വെട്ടുന്ന മീൻ. അതാ ഇതാണ് നമ്മുടെ അബ്ബാസ് ഭായിട്ടാ. അടിപൊളിയായിട്ട് മാഷാള്ള. നല്ല കടൽ മീൻ, നല്ല പുഴ, പറഞ്ഞോ, നല്ല കടൽ മീന്. അതായത് പുഴനെ വെല്ലുന്ന കടൽ മീനാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ല ഫ്രഷ് തന്നെ, ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് മേടിക്കാം. അബ്ബാസ് കണ്ട് ഇവിടെ. അതുപോലെ തന്നെ പക്ഷെ ഈ വെട്ടുന്ന മീൻ ആര് മേടിച്ചാ? ഈ വെട്ടുന്ന മീൻ അലിക്കാക്ക് കൊണ്ടുവന്നത്. അലിക്കാക്ക് മീൻ പുഴയിൽ നിന്ന് ഇല്ലോടത്തോളം മീൻ അടിച്ച് കയറ്റിക്കണു. ഫുള്ള് മീൻ ഞങ്ങൾ അടിച്ച് കയറ്റി. വേറൊരു സംഭവം കൂടി കാണിച്ചു തരട്ടെ. നമ്മളിങ്ങനെ വരുന്ന വഴിക്കേ ഇതവിടെ കരിമ്പന തേങ്ങ വെക്കുന്നുണ്ട്. കരിമ്പന തേങ്ങ നോക്കി, അടിപൊളി തേങ്ങ, നല്ല നാടൻ. ഈ കിട്ടണേ മലയാളിയാ? മലയാളം അറിയോ? തമിഴ്. ഇത് എത്ര പീസ്? 8 പീസ് 100. ഓക്കെ, ഇത് 8 പീസ് 100 റുപ്യ കേട്ടോ. നല്ല അടിപൊളി തേങ്ങയാണ്. ഈ കൊല എടുത്ത് പോനെ, ഈ കൊല എടുക്കും, ഇതെടുക്കും. ഓക്കെ, അപ്പോൾ നാട്ടിൽ വന്നാൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. അടിപൊളി ഫ്രഷ് സാധനങ്ങൾ തിന്നാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നാൻ പാടുള്ളൂ. ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം ഒന്നും കഴിക്കരുത്.
അതൊന്നും വലിയ സുഖമല്ല ഇവിടെ. റംബുട്ടാനാണ് നോക്കിയേ, ഇതാ മൂപ്പരിങ്ങനെ മുക്കുന്നുണ്ടോ, മൂപ്പരാണ് മുക്കുന്നത്. ഇതിൻ്റെ വിലക്കാ ഇത് 240, അത് 340. ഇത് 240, ഇത് 340. അതെന്താ രണ്ടും പ്രത്യേകത? ഇത് കുരുമെന്ന് പോരില്ല, ഇത് പോരില്ല, ഇത് മധുരമുണ്ട്. പക്ഷെ അത് എല്ലാതുകൊണ്ടും ഇതാണ് അടിപൊളി. അടിപൊളി. ഇൻഷാ അല്ലാ. ഇത് കുരുമെന്ന് പോരില്ലാന്ന് മാത്രമേ ഉള്ളൂ, മധുരമുണ്ട്. മധുരമുണ്ട്. ഇൻഷാ അല്ലാ. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഇതെടുക്കാം. എത്ര വേണ്ട? ഒരു 2 കിലോ തരും.